നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൻ്റെ തൊഴിലാളിയുടെ മരണം, അയാളുടെ മരണമറിഞ്ഞതിന് ശേഷം വിങ്ങിപ്പൊട്ടിക്കരയുന്ന സ്പോൺസർ. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം, അതിനേക്കാൾ ഉപരി ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ്. കാരണം പലപ്പോഴും പ്രവാസികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സ്പോൺസർമാരടക്കം പറ്റിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ഒരു അടിമയെ പോലെ ജോലി ചെയ്യിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള ഒരു സ്പോൺസറുടെ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മരണ വാർത്തയാണ് എങ്കിൽ പോലും അവിടെ അയാൾ ആ ഒരു തൻ്റെ ജോലിക്കാരനോട് നിന്നിരുന്ന രീതിയും ആ കാണിച്ചിരുന്ന സ്നേഹവും അത് എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് വെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് റിയാദിൽ AC പൊട്ടിത്തെറിച്ച് മലയാളിയായിട്ടുള്ള ഒരു പ്രവാസി തൊഴിലിടത്ത് നിന്ന് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന സ്പോൺസറെയാണ് കാണാൻ സാധിച്ചത്. മകനെ പോലെ സ്നേഹിച്ചിരുന്ന സിയാദ് ഓർമ്മയായി മാറുന്നത് സഹിക്കാൻ സ്പോൺസർക്ക് സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ഏറെ പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോകുമ്പോഴുള്ള സങ്കടം മുഖത്തും മനസ്സിലും തളം കെട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിന്നിരുന്നത് എന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം റിയാദിലെ താമസ സ്ഥലത്ത് AC പൊട്ടിത്തെറിച്ചാണ് എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള മലയാളിയായ കാഞ്ഞാലിയൽ കണിയാംപറമ്പിൽ ബഷീറിന്റെ മകനായ സിയാദ് മരണപ്പെടുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് താമസ സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റായിരുന്നു ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത്. അടുത്ത ദിവസം തന്നെ റിയാദിലെ ഹയ്യുൽ സലാം മഖ്ബറയിൽ സിയാദിന്റെ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത സിയാദിന്റെ സ്പോൺസർ നിയന്ത്രണം വിട്ട് കരയുന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. പ്രായം പോലും വകവയ്ക്കാതെ ഖബറിലിറങ്ങി സിയാദിന്റെ മയ്യത്ത് മറവു ചെയ്യാൻ അദ്ദേഹം സഹായിച്ചതടക്കം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചു. ചടങ്ങുകൾക്ക് ശേഷം അവിടെ നിന്ന് പോകുക മാത്രമല്ല, എല്ലാവരെയും സ്പോൺസർ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുമായി കുറേ നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. തന്റെ വീടിന് പുറത്ത് എന്റെ സിയാദ് മരിച്ചു, അതിന്റെ അനുസ്മരണം നടക്കുന്നു എന്നൊരു ബോർഡും അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ ഒരു സ്പോൺസറിന്റെ ഈ ഒരു സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, സിയാദിന് താൻ ഇതുവരെ നൽകിയിട്ടുള്ള ശമ്പളം ജീവിച്ചിരിക്കുന്ന കാലത്തോളം സിയാദിന്റെ കുടുംബത്തിന് നൽകുമെന്നും ഈ ഒരു സ്പോൺസർ അറിയിച്ചതോടെയായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വേദന തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത. അതിനേക്കാൾ ഉപരി ഒരു അഭിമാനമാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണത്. മലയാളികൾക്ക് പുറമെ ഒട്ടേറെ സൗദി സ്വദേശികളും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും പ്രവാസ ലോകത്ത് നിന്ന് കുറച്ച് ദുഃഖമുള്ള വാർത്തയാണെങ്കിൽ പോലും ഒരു സ്പോൺസർ ഒരു തൊഴിലാളിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ആഴമുള്ള ഒരു വെളിവാക്കൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കുറച്ച് ഒരു സമാധാനം പോലെയാണ് പ്രവാസികൾ ഏറ്റെടുക്കുന്നത്.